സതി, മഹാദേവി, എന്റെ പ്രിയതമേ, ഈ അന്തകടകത്തേക്കാൾ പ്രാപഞ്ചിക സുഖങ്ങളെക്കാൾ പുണ്യമായ ധ്യാനങ്ങളെക്കാൾ ഞാൻ എന്റെ ഹൃദയത്തിലിട്ട് ആരാധിച്ച എന്റെ പ്രിയ സഖിയെ, എന്റെ ഹൃദയത്തെ 4 ഋതുക്കൾ ഒരുമിച്ച് തകർത്ത എന്റെ മനസ്സിന്റെ തോഴിയെ മഹാശയന്റെ ഹൃദയത്തിൽ നിന്നും അടർത്തിയെടുത്ത ആര്? 14 ലോകങ്ങളെ ഭരിക്കുന്ന സർവേശ്വരന് പിടഞ്ഞ ദുഃഖം, വേദന, മാനാപമാനം. ഇന്നലെ വരെ ഈ ചാലത്തിരുന്ന് സുഖദുഃഖങ്ങൾ പങ്കിട്ടവൾ, ഹൃദയത്തോട് ചേർത്ത് പ്രണയവും സ്നേഹവും പങ്കിട്ട എന്റെ പ്രിയ പങ്കാളി, എന്റെ സതി, ഞാൻ ഇതെങ്ങനെ സഹിക്കും? ഇനി ഈ കാണുന്നതൊക്കെ ആർക്ക് വേണ്ടി, ആർക്ക് സുഖം അനുഭവിക്കാനാണ് ഇതൊക്കെ? അരുത്, ചഞ്ചലമാവരുത്. സംഹാരരുദ്ര, കഠോരമായ ഒരു ഹത്യ തന്നെയായിരുന്നു സതിയുടെ മരണം. അറിയുന്നു, ആ ദുഃഖം, വേർപാട് ഞങ്ങൾക്കും സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഈ ലോകം എന്നത് അങ്ങാണ്. സർവവ്യാപിയായ അങ്ങാണ് ഈ ചരാചരങ്ങളുടെ ഉടമ. പോറ്റേണ്ടതും കാക്കേണ്ടതും അങ്ങയുടെ കർത്തവ്യമാണ്. സംരക്ഷിക്കുന്നവൻ സർവ്വതും സംഹരിക്കാൻ ഒരുങ്ങരുത്. ദുഃഖം വെടിഞ്ഞ് കർമ്മനിരതനാകൂ. ഋതുക്കൾ കൊണ്ട് നിറഞ്ഞ ഹിമവൽ സാനുക്കൾ സമൃദ്ധമായ സുഖാനുഭൂതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ ഹൃദയം ആഹ്ലാദ നിർഭരമാകാൻ ഒരു ധ്യാനം, അതുമല്ലെങ്കിൽ അപ്സരകന്യകൾ. അന്ത്യമായ വാക്കുകൾ കൊണ്ട് എന്നെ സാന്ത്വനിപ്പിക്കാൻ മനസ്സ് കത്തി ജ്വലിക്കുകയാണ്. സമാധാനിയായ ഈശ്വരന്മാരെ, ആ കരങ്ങൾ കൊണ്ട് എന്റെ പ്രിയ സഖിയെ പുനർജീവിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈശ്വരന്മാരിലെ കർമ്മയോഗികൾ, വിശ്വകർമാക്കൾ, കഴിയുമോ എന്റെ സതിയെ തിരിച്ചു തരാൻ? കഴിയില്ല. ആഴത്തിൽ തറഞ്ഞിരിക്കുന്ന ഹൃദയത്തിലെ കാരരും പണികൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് അടിച്ച് താഴ്ത്തരുത്. എനിക്ക് ആരെയും കാണണ്ട, ആരെയും. സതീദേവി, എവിടെയാണ് നീ? എവിടെയാണ് നീ? ബുദ്ധന്റെ ഈ കോപവും വേദനയും ഭൂമണ്ഡലങ്ങളെ ഛിന്ന ഭിന്നമാക്കും. ഉടനെ പ്രതിവിധി കണ്ടെത്തണം, ഉടൻ തന്നെ. ഇല്ലെങ്കിൽ സർവ്വതും ഭസ്മീകരിക്കപ്പെടും. ഈ കടുത്ത കോപത്താൽ പ്രപഞ്ചം തന്നെ ശിഥിലമാകുന്നത് പോലെ. ആദ്യം രുദ്രന്റെ മനസ്സ് ശാന്തമാകണം. ഈ അഗ്നികോപത്തെ തടുക്കാൻ എന്റെ ഹിമവൽ പ്രാന്തങ്ങൾ ഋതുഭേദങ്ങൾ കൊണ്ട് നിറയണം. അലൗകികമായ സംഗീതം, പ്രശോഭിതങ്ങളായ നൃത്തവാദ്യ ഘോഷങ്ങൾ, എങ്ങും വസന്തം നിറഞ്ഞു പരക്കണം. മനസ്സ് കുളിർപ്പിച്ച വസന്തം ഹൃദയധമനികളിൽ അലൗകികമായ സുഖാനുഭൂതികൾ കുത്തി നിറച്ചു.
സതീദേവി, എന്റെ മഹാമായെ, നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവുന്നില്ല. നിന്റെ ശൂന്യത എന്റെ മനസ്സിന്റെ താളം തെറ്റിക്കുന്നു. നീ ഇല്ലാത്ത ഈ ലോകം ഇനി എനിക്ക് എന്തിന്? നിന്റെ ഗന്ധവും അഴകും കാമനയും പ്രണയവും എന്റെ മനസ്സിനെ വേട്ടയാടുന്നു. എന്റെ പ്രിയപ്പെട്ടവളെ, നീ എവിടെയാണ്? നീ എവിടെയാണ്? അകന്നു പോകരുത്. എന്റെ സ്വപ്നവും സ്മൃതിയും നീയാണ്. നീ മാത്രം. എന്നെ തനിച്ചാക്കി നീ കടന്നു പോകരുത്. മനസ്സ് ശാന്തമാക്കൂ. പഞ്ചഭൂത നിർമ്മിതമായ പ്രപഞ്ചത്തിലെ വിശാലമായ ജലപ്പരപ്പിൽ ബാലരൂപിയായി ആലിലയിൽ മഹാവിഷ്ണു ജന്മം കൊണ്ടു. വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് രജോ ഗുണ പ്രധാനിയായ ബ്രഹ്മാവുണ്ടായി. ബ്രഹ്മാവിന്റെ ഭൂമധ്യത്തിൽ നിന്ന് താമസ ശക്തിയോടുകൂടി ശിവനും ഉത്ഭവിച്ചു. നിങ്ങളാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചവർ. നിങ്ങളാണ് 14 ലോകങ്ങളുടെ ഉടമ. ആ ഉടമകൾ സ്വന്തം സൃഷ്ടിയെ സംഹരിക്കാൻ ഒരുങ്ങുന്നു. സതി പോയാൽ മറ്റൊരു സതി. അത് പ്രാപഞ്ചിക സത്യം. ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കാൻ മഹാതപസ് അനുഷ്ഠിക്കൂ. ഭഗവാനെ, മൗന തപസ്സുകളിലേക്ക് മടങ്ങൂ. യുഗങ്ങൾ താണ്ടിയിരിക്കുന്നു പരമശിവന്റെ മഹാമൗനവ്രതം. ലോകത്ത് സംഹാരാദിക്രിയകൾ താഴ്മയായിരിക്കുന്നു. ജീവജാലങ്ങൾക്ക് മരണമില്ല. പുഴുക്കളും മനുഷ്യരും ഹിംസ്ര ജന്തുക്കളും പെറ്റുപെരുകുന്നു. അപകടകരമായ അവസ്ഥ. മഹാശയനെ ധ്യാനത്തിൽ നിന്ന് ഉണർത്തണം. അചഞ്ചലമായ മഹാമൗനത്തിൽ നിന്നും കാമനയുടെ പുഷ്പശരങ്ങളേറ്റ് ശിവൻ ലൗകിക ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. ഹിമാനെ വിളിപ്പിച്ചത് മറ്റൊന്നിനുമല്ല, അങ്ങയുടെ ഗിരിശൃംഗങ്ങളിലാണ് ഭഗവാന്റെ ധ്യാനം. എല്ലാ ഉപചാരങ്ങളും ദാസ്യവൃത്തികളും ഞാനും എന്റെ മകൾ പാർവതിയും പരിപാലിക്കുന്നുണ്ട്. ആ മഹാമൗനം ഭഞ്ജിക്കണം. നിതാന്ത ധ്യാനത്തെ തടയണം. ശൂന്യമായ ആ മനസ്സിൽ ലൗകിക ജീവിതത്തിന്റെ പരമാനന്ദം ആവേശിപ്പിക്കണം. അതിനൊരു പോംവഴിയേ ഉള്ളൂ. പാർവതി, അങ്ങയുടെ മകൾ. മലയപർവ്വതത്തിന്റെ മകൾ, ലൗകിക സുന്ദരി, ചന്ദ്രകലാധരന്റെ അന്തരംഗങ്ങളിൽ കാമനയുടെ ചിത്രകലങ്ങൾ വരയ്ക്കാൻ കഴിവുള്ള മോഹനാണ്. ഇവൾക്ക് കഴിയും ശിവനെ തിരിച്ചു കൊണ്ടുവരാൻ. ജനിച്ച അന്നു മുതൽ ഇന്നു വരെ അവൾ ശിവന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവളുടെ ഓരോ തപസ്സുകളും അവൾക്ക് ശിവനെ സ്വന്തമാക്കാനുള്ള ആവേശമാണ്. കൽപ്പിതമായ കാലത്തിന്റെ വിചിത്ര കോണുകളിൽ കാലം തന്നെ ഇങ്ങനെ കുത്തിക്കുറിക്കുന്നു. സതിയുടെ പുനർജന്മമായ പാർവതി ശിവനുള്ളതാണ്. അഗ്നിയിൽ വെന്തുരുകിയ സതിയുടെ ഈ 2ാം ജന്മം ശ്രീകണ്ഠന്റെ ജീവിതം സാർത്ഥകമാക്കും. ഭഗവാൻ എന്നെ സ്മരിച്ചത് എന്തിനാണ്? നീ ഒരു നിയോഗമാണ്, ഈശ്വര കൽപ്പന. നീ സംഹാരപ്രിയനായ രുദ്രന്റെ പ്രിയസഖിയാവാൻ പോവുകയാണ്. ആ പുണ്യമായ ജീവിതത്തിലെ ഒരു അംശത്തിലെങ്കിലും ഒരു നനുത്ത മഴത്തുള്ളിയായി വീണു പടരാൻ എത്ര കാലമായി ഞാൻ കൊതിക്കുന്നു. ഈ ഹൃദയം തന്നെ ആ പുണ്യാത്മാവിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഭവതി, മന്വന്തരങ്ങൾ നീണ്ടുപോകും ആ മഹാമൗനം. അത് മുളയിലെ നുറുവണം. കാലമൊന്നിനും കാത്തു നിൽക്കുന്നില്ല. രുദ്രനെ തിരിച്ചു കൊണ്ടുവരണം. അതിന് നിന്റെ തേജോമയമായ സൗന്ദര്യം ഞങ്ങൾ ആയുധമാക്കുന്നു. സതിയെ മാത്രം ഓർക്കുന്ന ആ മനസ്സിനെ ഇളക്കാൻ ഞാൻ അശക്തയാണ്. അരുത്, നീ വിജയിക്കും. നിന്റെ സൗന്ദര്യത്തിൽ ഒരു വേള രുദ്രൻ ആകൃഷ്ടനാകും. അതും സംഭവിക്കണമല്ലോ. ആ മഹാമൗനത്തിൽ നിന്നും മനസ്സിലെങ്കിൽ അതിനും വഴിയുണ്ട്. ഹിമാലയം തളർത്തു പോക്കുന്ന ഒരു പൂക്കാല വസന്തം, ഗ്രീഷ്മശാഖികളിൽ പൂത്തൊഴിയുന്ന സ്വർഗപുഷ്പങ്ങൾ. അത് സംഭവിക്കും. കാമമോഹ ശാസ്ത്രത്തിലെ ചക്രവർത്തി കാമദേവൻ. ആദിമ ശ്രേഷ്ഠരെ പ്രണാമം, പ്രണാമം. ഒരു മഹത്തായ ദൗത്യം
കാമദേവ, അങ്ങയെയും പാർവതിയെയും ഏൽപ്പിക്കുകയാണ്. ലോകവിനാശത്തിന്റെ തീക്കനലുകളിൽ വശ്യതയുടെ ഒരു മഴത്തുള്ളിയായി പടർന്നിറങ്ങാൻ ഇരുവരും യാത്രയായാലും. അങ്ങ് പറഞ്ഞു വരുന്നത് ഹിമശൈലങ്ങളിൽ ധ്യാനനിമഗ്നനാണ് ചന്ദ്രകലാധരൻ. ഭഗവാനെ ഉണർത്തണം. ശ്രീപാർവതിയുടെ മഹാനൃത്തം. നൃത്തത്തിനൊടുവിൽ ശിവന്റെ കൺചിമിഴികൾ ഒന്ന് ചലിച്ചില്ലെങ്കിൽ കാമനയാൽ എഴുതപ്പെട്ട കാമശാസ്ത്രത്തിലെ വശ്യമോഹനത്തിന്റെ അസ്ത്രം നീ മഹാശയനിൽ പ്രയോഗിക്കണം. അത് കരളിലാഞ്ഞു തറക്കണം. മഹാശയന്റെ മനതാരിൽ പ്രണയത്തിന്റെ മലരുകൾ ഇത് തറച്ച് ആ മഹാമൗനം ഞാൻ ഭഞ്ജിക്കും ഉടനെ തന്നെ. ത്രിലോകങ്ങളും വാഴുന്ന ത്രിപുരാന്തക ഭഗവാനെ, ഈ ചൈതന്യം എന്നിൽ 1 കോടി പുണ്യങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. തിരുജടയിലെ പുണ്യഗംഗയും ചന്ദ്രകലയും ഈ വിഭൂതിയും 3-ാം തൃക്കണ്ണും എന്റെ നേത്രങ്ങളിൽ വിസ്മയങ്ങളുടെ അനന്തകോടി പ്രണയം നിറഞ്ഞു തുളുമ്പി ഒഴുകുന്നു. പ്രിയതമ, ഓർമ്മ വെച്ച നാൾ മുതൽ ഈ ഭഗവത് സ്വരൂപം എന്റെ കണ്ണുകളിൽ ഒളിപ്പിച്ച് ഹൃദയം കൊണ്ട് ഞാൻ അങ്ങേ ആരാധിക്കുകയായിരുന്നു. ഈ സാമീപ്യം, ആ ഊഷ്മളമായ ശരീരത്തിൽ നിന്നും പരക്കുന്ന ഇളം കാറ്റ് എന്നിൽ പ്രണയത്തിന്റെ ചാരുത വീശി കടന്നു പോകുന്നു. ഈ കണ്ണുകളൊന്ന് തുറക്കൂ. അതിൽ പ്രേമത്തിന്റെ തെളിമ ഒന്ന് കണ്ടാൽ സായുജ്യമായി. അഗാധ്യാനത്തിന്റെ മൗന